ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച മൊത്തത്തിലാകെ തിരക്കിലാണ് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും കളിയുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത്. അതുപോലെ ഗിവ് എവേയുടെ ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. ഗിവ് എവേയിൽ എല്ലാവരും പങ്കെടുക്കുക. അടുത്ത ആഴ്ച തൊട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വരും. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ നോക്കണില്ല. ഇപ്പോൾ കളിയുടെ നോക്കാനായിട്ട് ടൈം കിട്ടണില്ല. അതുകൊണ്ടാണ് കളീനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് പറയണത്. ജസ്റ്റ് ഒരു ഇത് മാത്രം നോക്കിയിട്ട് പറയണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നോക്കണമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ടീം പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ഒന്നും നോക്കാണ്ട് ടീം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കിട്ടുകയില്ല, ചിലപ്പോൾ ലോസ് വരികയും ചെയ്യും. ഞാനധികം ഇൻവെസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു GL ഒക്കെ മാത്രമാണ് ട്രൈ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞു പോകണമെന്നുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളിയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അത് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിതിലൊരു ഡെമോ ടീം, ഏകദേശം ഒരു ടൈപ്പ് ടീം പോസ്റ്റ് ചെയ്യാം. അപ്പം ഇന്നലെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരാൾക്ക്, അത് ഞാൻ പറഞ്ഞതിൽ നിന്നാണോ അല്ലാണ്ടാണോ എന്നറിയില്ല, എന്തായാലും ഒരാൾക്ക് അത്യാവശ്യം നല്ല റാങ്ക് കിട്ടി. ഒരു 5000 രൂപ എടുത്ത് ഗ്രാൻഡ് ലീഗിൽ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഞാനിട്ട ടീമല്ല, ആളുടെ സ്വന്തം ടീമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണേന്നും കൂടി ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് വരാം. അതുപോലെ ഇപ്പം ഞാൻ പറയണത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണില്ല. നമ്മൾ സമയക്കുറവ് കൊണ്ടാണ് ഈ ഒരു പെട്ടെന്ന് പുതിയ ഫിനാൻഷ്യൽ ഇയർ ഒക്കെ ആയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകളിലാണ്. അടുത്ത ആഴ്ചയ്ക്ക് എന്തായാലും അടുത്ത ആഴ്ചയിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് വീണ്ടും പഴയ പോലെ തന്നെ വീഡിയോയും ടീമൊക്കെ ആയിട്ട് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നടക്കുമെന്ന് വിചാരിക്കണേ. എന്തായാലും നിങ്ങൾ അതുവരെ നിങ്ങളേതായ രീതിക്കുള്ള ടീമുകളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇത് ടീം മാത്രം ട്രൈ ചെയ്യണവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് നോക്കി തുടങ്ങാൻ വീണ്ടും. ഇപ്പോഴത്തെ IPL എങ്ങനെ പോണതെന്ന് വെച്ചാൽ, ആദ്യത്തെ തുടക്കം കിട്ടിയായിരുന്ന ഒരു ഇതുപോലെയല്ല. തുടക്കം എന്ന് പറഞ്ഞാൽ ഹോം ടീമുകൾ ജയിക്കലും അതുപോലെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് കളികൾക്ക് ശേഷം, 2 കളിയൊക്കെ ഏകദേശം കഴിഞ്ഞു, മിക്ക ടീമുകളുടെ മൂന്നാമത്തെ കളിയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ടീമുകളും എവേ ടീമുകൾ ജയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബാറ്റിംഗ് പിച്ചിൽ അത്യാവശ്യം വിക്കറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്ലേയേഴ്സാണ് ഇപ്പോൾ കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ഹോം ടീമിൻ്റെ അഡ്വാൻറ്റേജ്, അതുപോലെ എന്തെങ്കിലും ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് അങ്ങനെയുള്ളതൊക്കെ അത്ര കാര്യമായിട്ട് വരണില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കളി ഗുജറാത്ത് ടൈറ്റാൻസും പഞ്ചാബ് സൂപ്പർ കിങ്സും തമ്മിലാണ്. ഗുജറാത്ത് ടൈറ്റാൻസിൻ്റെ ഗ്രൗണ്ടിലാണ്, അഹമ്മദാബാദിലാണ് കളി നടക്കുന്നത്. കഴിഞ്ഞ 2 കളിയും അഹമ്മദാബാദിൽ നടന്നത്. ഗുജറാത്ത് ടൈറ്റാൻസാണ് ജയിച്ചത്. അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടീമുണ്ട്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ബാറ്റിങ്ങിൽ ആ തുടക്കത്തെ ഒരു 3-4 പ്ലേയേഴ്സ്, ഇപ്പോൾ സായി സുദർശൻ മിക്ക കളിയും സൂപ്പർ സബ്ബായിട്ട്, ഇമ്പാക്ട് സബ്ബായിട്ടാണ് ഇറങ്ങണത്. പക്ഷേ നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഒമർ സായി, റഷീദ് ഖാൻ, മോഹിത് ശർമ്മ, അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്താണ് നൂർ അഹമ്മദ്, പിന്നെ ഉമേഷ് യാദവ്, നാൽക്കണ്ട്, അങ്ങനെ കുറച്ച് ബോളേഴ്സ് ഉണ്ട്. അതിൽ നൂർ അഹമ്മദും മോഹിത് ശർമ്മയും റഷീദ് ഖാനും ഒമർ സായൊക്കെ കഴിഞ്ഞ കളി നന്നായിട്ട് ബോൾ ചെയ്തു. അതുകൊണ്ട് തന്നെ സൺറൈസേഴ്സായിട്ട് നടന്ന ആ കളിയിൽ അവരെ ചെറിയൊരു സ്കോറിൽ പിടിച്ച് നിർത്താനായിട്ട് അവർക്ക് സാധിച്ചു. പിന്നീട് ചേസ് ചെയ്ത് നല്ല രീതിക്ക് ജയിക്കാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു മത്സരത്തിലും GTക്ക് തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോമിലുണ്ട്. അതുപോലെ പഞ്ചാബിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, പഞ്ചാബ് ജസ്റ്റ് ഒരു തോൽവി കഴിഞ്ഞ കളിയിൽ ഏറ്റുവാങ്ങി. ചെറിയൊരു മാർജിനിലുള്ള ഒരു തോൽവി ആയിരുന്നു. അപ്പോൾ അത് ജയിക്കേണ്ട ഒരു കളി കൊണ്ടുപോയി കളഞ്ഞ കഴിഞ്ഞ ആ ഒരു കളിയിലായിരുന്നു നമ്മുടെ മായങ്ക് യാദവിൻ്റെ അരങ്ങേറ്റ മത്സരത്തിലായിരുന്നു. തീയുണ്ട പോലെ വന്ന ബോളുകൾക്കെതിരെ പതറി ഒരു 3 വിക്കറ്റ് ആ പയ്യനെടുത്തു. ബെയർസ്റ്റോൻ്റെയും അതുപോലെ ടോപ്പ് ഓർഡറിലെ 3 വിക്കറ്റുകൾ അവനാണ് എടുത്തത്. ആ ഒരു ബോളിങ്ങിൻ്റെ ഒരു ഇതിലാണ് അവർ കളി തോറ്റതെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ 10 ഓവറിൽ 100 റണ്ണിൻ്റെ അടുത്ത് തുടക്കം കിട്ടി. പിന്നെ 10 ഓവറിൽ ഒരു 90 റൺസിൻ്റെ അടുത്ത്, 100 റൺസിൻ്റെ അടുത്ത് മതിയായിരുന്നു. അത് ഈസിയായിട്ട് അടിച്ചെടുക്കാവുന്ന. അവൻ്റെ ഒരു 4 ഓവറിൽ 20 റണ്ണിൻ്റെ അടുത്ത് എന്തോ വന്നുള്ളൂ, 3 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ പഞ്ചാബിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്റിംഗ് നേരെ ഉണ്ട് അവർക്കാണെങ്കിലും. പക്ഷെ ഒരു നല്ല തുടക്കം കിട്ടിയാലാണ് അവർക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ശേഷം വരുന്നവരാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ബോളിങ്ങിൽ അത്യാവശ്യം നല്ല പേസ് ബോളേഴ്സ് 4 പേരും അത്യാവശ്യം നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോളേഴ്സ് ഉണ്ട്. റബാഡ,
ഹർഷദീപ് സിംഗ്, ഹർഷൽ പട്ടേൽ, എച്ച് ബ്രാർ, ഇവർ 4 പേരും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എറിയുന്നതാണ്. പിന്നെ രാഹുൽ ചഹാർ കഴിഞ്ഞ കളിയിൽ കുഴപ്പമില്ലാണ്ട് എറിഞ്ഞു. അപ്പോൾ ഇവരെ 2 ടീമും ഏകദേശം ഈക്വൽ ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ചെറിയ രീതിക്ക് അഡ്വാൻറ്റേജ് വേണമെങ്കിൽ GTക്ക് വേണമെങ്കിൽ കിട്ടുമെന്ന് വിചാരിക്കാം. കാരണം ഹോം അഡ്വാൻറ്റേജും അവർ ഇതുവരെ 2 കളി ജയിച്ചതിൻ്റെതും വെച്ചിട്ട് അവർക്കാണ് ഒരു മുൻതൂക്കം ഉള്ളത്. അപ്പോൾ ഈ ഒരു ടീമാണ് ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഡെമോ ടീമായിട്ട്. ഇതിൽ ബാറ്റിങ്ങിലൊക്കെ ഉള്ളൊരു കുഴപ്പമില്ല, പക്ഷേ ബോളർമാരെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇന്നത്തെ പിച്ച് റിപ്പോർട്ട് നോക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ കളിയിനേലും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ പ്ലേയേഴ്സിനൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ബാറ്റിങ്ങിന് അനുകൂലമുള്ള പിച്ചാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇതിൽ പ്ലേയേഴ്സിനെ ബോളേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ട് കയറ്റണത് നല്ലതായിരിക്കും. ഇതിലിപ്പോൾ റബാഡേനെയൊന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ടീം കാണിച്ചു എന്നുള്ളൊരു. GTക്ക് ഒരു ഹോം അഡ്വാൻറ്റേജ് കൊടുത്തിട്ടാണ് അവരുടെ പ്ലേയേഴ്സിനെ കൂടുതലായിട്ട് ഇട്ടേക്കണത്. അതിൽ നിങ്ങൾക്ക് ആ ചേഞ്ചസ് എന്തായാലും വരുത്താനുണ്ടാവും. നിങ്ങളിപ്പോൾ പിച്ച് റിപ്പോർട്ട് നോക്കാം ഇന്നത്തെ എന്തായാലും. അപ്പോൾ ഈ ഒരു ടീമിൽ ഇതിൽ ക്യാപ്പും വീസിയും വെക്കാനായിട്ട് ടോപ്പ് ഓർഡറിലെ തന്നെ പ്ലേയേഴ്സ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ബോളിങ്ങിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന അത്യാവശ്യം അങ്ങനത്തെ ഒരു പിച്ചാണെങ്കിൽ വേണമെങ്കിൽ സായി സുദർശൻ, അതുപോലെ മില്ലർ, സാം കറനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം അവർ മിഡിൽ ഓർഡറിലൊക്കെ ഇറങ്ങുന്ന പ്ലേയേഴ്സിന് അപ്പോൾ തുടക്കം വിക്കറ്റ് പോണ ടൈപ്പ് പിച്ചൊക്കെ ആണെങ്കിൽ മിഡിൽ ഓർഡേഴ്സിൽ, കാരണം 2 ടീമിലും അത്യാവശ്യം നല്ല പേസ് ബോളേഴ്സ് ഉണ്ട്. തുടക്കം തന്നെ വിക്കറ്റ് എടുക്കാൻ പറ്റിയ ബോളേഴ്സ് ഉള്ളതുകൊണ്ട് മിഡിൽ ഓർഡറിൽ ഇറങ്ങുന്ന പ്ലേയേഴ്സിന് അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ട്. സ്പിന്നേഴ്സിന് എങ്ങനെയാണെന്ന് നോക്കാം. സ്പിന്നേഴ്സിനെ അധികം സപ്പോർട്ട് ചെയ്യാത്തൊരു പിച്ചാണെങ്കിൽ മിഡിൽ ഓർഡേഴ്സിനെ കൂടുതലായിട്ട് ഗ്യാപ്പും വീസിയും വെച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും ഇന്നത്തെ ഒരു മത്സരം ഈ ഒരു ടൈപ്പാണ്. അവിടുത്തെ ഒരു ഗ്രൗണ്ടിൻ്റെ ഇത് വെച്ചിട്ട് ഒരു 160, 180, 200, ഒരു 160-200 ഇടയിലുള്ള സ്കോറിനാണ് ചാൻസ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം. ചേസ് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു ഇതാണ്. ചേസിങ് ആയിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ പിച്ച് റിപ്പോർട്ടൊന്ന് നോക്കാം, അതിന് ശേഷം നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും 101 രൂപയാണ് പ്രൈസ് വെച്ചേക്കണത്. ഈ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇത് ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇത് കോപ്പി ചെയ്ത് വെച്ചിട്ട് കോഡ് കോപ്പി ചെയ്യുക. അതിന് ശേഷം എങ്ങനെയാണത് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഏത് മത്സരത്തിലാണെന്ന് വെച്ചാൽ ആ മത്സരത്തിൻ്റെ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ കോണ്ടസ്റ്റ് കോഡ് വരും. ഇതിൽ ഇൻവൈറ്റ് കോഡ് ഞാനതിൽ കൊടുത്തേക്കണ ഒരു കോഡ് ഉണ്ടല്ലോ, ഇൻവൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഇതാണ് 1C8AWRV. അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഈ FVL ഞാൻ 3 തവണ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൽ ഇൻവൈറ്റ് കോഡിൽ ആ കോഡ് അടിച്ചു കൊടുത്തിട്ട് ജോയിൻ കോണ്ടസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിവ് അവേ കോണ്ടസ്റ്റിൽ ജോയിൻ ആവും. അതിനുശേഷം നിങ്ങളുടെ ടീം എഡിറ്റ് ചെയ്ത് ലൈനപ്പ് വരുമ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കുക. ഗിവ് അവേ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നിബന്ധനകളാണ് ഇത്. ചെയ്തവർക്ക് മാത്രമാണ് പ്രൈസ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.